തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ബ്ലാക്ക് ബോഡി അല്ല എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അതിന്റെ എമിസിവിറ്റി വാല്യൂ 1 ആയിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ എമിസിവിറ്റി വാല്യൂ 1 ആയിരുന്നു. അതുകൊണ്ടാണ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ടേംസ് ഒക്കെ നമുക്ക് കുറെ ടേംസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ എമിസിവിറ്റി വാല്യൂസ് തന്നിട്ടുണ്ട്. എമിസിവിറ്റി വാല്യൂസ് 0.3 ആൻഡ് 0.5 എന്ന് തന്നിട്ടുള്ളത് ഇത് ഗ്രേ ബോഡിയാണ്, ബ്ലാക്ക് ബോഡി അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പം നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ നമ്മുടെ ബേസിക് എക്സ്പ്രഷൻ ഇതാണ്. That is Q12 is equal to EB1 minus EB2 divided by the resistances. The surface resistance ഉണ്ടാവും, surface SUR, surface resistance, then R surface resistance, space resistance plus again surface resistance. അപ്പം ആ 3 റെസിസ്റ്റൻസ് കൂടെ ചേർന്നാണ് ഇന്നോവേറ്റ് ടേംസ്. സോ ദിസ് ഈസ് the surface resistance of the first body, this is space resistance, and this is the surface resistance of the second body. അപ്പം EB എന്ന് വെച്ചാൽ സിഗ്മ ടി റൈസ് ടു 4 ആണ്. സോ അതാണ് ഇവിടെ സിഗ്മ T1 റൈസ് ടു 4 മൈനസ് സിഗ്മ T2 റൈസ് ടു 4. ഓക്കെ, അപ്പം ഇതാണ് ബേസ് എക്സ്പ്രഷൻ Q12. ഇനി ഇതിലേക്ക് പല വാല്യൂസ് നമുക്ക് സിഗ്മയുടെ വാല്യൂ എന്ന് വെച്ചാൽ 5.67 - 8, അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. T1 ആൻഡ് T2 ക്വസ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 1 ഈസ് 800 ആൻഡ് 300. സോ ഒരു പ്ലേറ്റ് 800 ഡിഗ്രി സെന്റിഗ്രേഡും സെക്കൻഡ് പ്ലേറ്റ് 300 ഡിഗ്രി സെന്റിഗ്രേഡും മെയിൻ ചെയ്യുന്നത് സർക്കുലർ ഡിസ്ക്. ഓക്കെ, അപ്പം ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കെൽവിനിലേക്ക് മാറ്റുക. is 900, sorry 800 and 300. 300 plus 273, 573. This 800 plus 273, 1073. പിന്നീട് ഡിനോമിനേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 മൈനസ് എമിസിവിറ്റി വാല്യൂസ് തന്നിട്ട്. സോ എമിസിവിറ്റി വാല്യൂസ് 0.3 ആൻഡ് 0.5 ആണ്. സോ എമിസിവിറ്റി 1 it is 0.3 and emissivity 2 it is 0.5. ഈ രണ്ട് വാല്യൂസും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 minus 0.3 divided by epsilon 1, that is again 0.3. Then A1 നെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ഇത് സർക്കുലർ ഡിസ്ക് ആയതുകൊണ്ട് ഡയമീറ്റർ തന്നിട്ട്, സർക്കുലർ ഡിസ്കിന്റെ ഡയമീറ്റർ തന്നിട്ട്. സോ A1 is equal to pi d square by 4, അല്ലെങ്കിൽ ഏരിയ is equal to pi r square, അല്ലെങ്കിൽ പൈ ഡി സ്ക്വയർ 4. ആർ എന്ന് വെച്ചാൽ ഡി ബൈ 4 ആണ്. ആർ ഇസ് ഇക്വൽ ടു ഡി ബൈ 4. അതുകൊണ്ടാണ് ആർ ഇസ് ഇക്വൽ ടു ഡി ബൈ 2. അതുകൊണ്ടാണ് ഡി സ്ക്വയർ ബൈ 4 എന്നാണ്. സോ ഏരിയ A1 ഇസ് ഇക്വൽ ടു പൈ ഡി സ്ക്വയർ 4. അത് ചെയ്യുക. A1 കിട്ടും, A2 സെയിം തന്നെയാണ്. അതർവൈസ് ഇറ്റ് ഈസ് മെൻഷൻ 2 circular disc of diameter, രണ്ടിന്റെയും സെയിം ഡയമീറ്റർ തന്നെയാണ്. സോ യു ക്യാൻ ഫൈൻഡ് A1 ആൻഡ് A2. സോ A1 എപ്സിലോൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെൻ A1 അറിയാം 0.31. F12 കണ്ടുപിടിക്കേണ്ടി വരും. അത് നമ്മൾ നമ്മുടെ HMT ഡാറ്റ ബുക്കിൽ നിന്നാണ് എടുക്കുക. F12 ദെൻ 1 മൈനസ് epsilon 1 എന്ന് വെച്ചാൽ 0.5, emissivity 0.5 and A2 again 0.31, 0.5. ഇവിടെ നമുക്ക് അറിയേണ്ടത് വെച്ചാൽ F12 കണ്ടുപിടിക്കണം. F12 എങ്ങനെ കണ്ടുപിടിക്കാം? F12 കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗ്രാഫിൽ നിന്നാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമ്മൾ രാവിലെ കണ്ടതുപോലെ ഒരു ഗ്രാഫ് ഉണ്ട്. there is a graph with x-axis. x-axis സ്പേസ് അതിന്റെ ഗ്രാഫ് ഞാൻ കാണിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടത് വെച്ചാൽ F12 ആണ്. അപ്പൊ അതില് ഡയമീറ്റർ ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിസ്ക്, അതാണ് x-axis ഉള്ളത്. സോ ഡയമീറ്റർ ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിസ്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ ഡിസ്ക് തമ്മിലുള്ള ഡിസ്റ്റൻസിൽ 2 meters ആണ്, ഡയമീറ്റർ 0.2 ആണ്. So you'll get the x-axis value 0.1. So 0.1 corresponding ആയിട്ടുള്ള
ഗ്രാഫ് പല ഗ്രാഫ് ഉണ്ട്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ആണെന്നുള്ളതിൽ സ്ക്വയർ ആണ് പ്ലേറ്റ്സ് എന്നുണ്ടെങ്കിൽ 2 എന്ന് പറയുന്ന ഗ്രാഫാണ് ഉപയോഗിക്കുന്നത്. ഡിസ്കിലാണെങ്കിൽ 1 എന്ന് പറയുന്ന ഗ്രാഫാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഗ്രാഫ് ഒന്ന് കാണിക്കാം. ഓക്കെ, രാവിലെ ഡിസ്കസ് ചെയ്ത സെയിം ഗ്രാഫ് തന്നെ. ഈ ഗ്രാഫിൽ ഇതിൻ്റെ ഓറിയന്റേഷൻ അല്പം ഡിഫറെൻ്റ് ആണ്. സോ ഇതിൻ്റെ എക്സ് ആക്സിസ് എന്ന് വെച്ചാൽ സ്മോളർ സൈഡ് ഓർ ഡയമീറ്റർ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ടു ദ പ്ലേറ്റ്സ്, അതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ നമുക്കിവിടെ ഡിസ്ക് ആയതുകൊണ്ട് ഡയമീറ്റർ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ടു ദ പ്ലേറ്റ്സ്. അതല്ല സ്ക്വയർ സൈഡ് ആണെങ്കിൽ, സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ സൈഡ് ആണെങ്കിൽ സ്മോളർ സൈഡ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ടു ദ പ്ലേറ്റ്സ്, അതാണ് എക്സ് ആക്സിസ്. വൈ ആക്സിൽ ഷേപ്പ് ഫാക്ടർ. ഇനി ഇതിൽ പല കർവ്സ് ഉണ്ട്. ഒന്നാമത്തെ കർവ് എന്ന് വെച്ചാൽ ഡിസ്കിന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ സ്ക്വയർ പ്ലേറ്റിന് വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ ഗ്രാഫ് എന്ന് വെച്ചാൽ റെക്ടാംഗിൾസ് വേണ്ടിയിട്ടാണ്. നാലാമത്തെ എന്ന് വെച്ചാൽ ലോങ് നാരോ റെക്ടാംഗിൾസ്. അങ്ങനെ പല കേസുകളുണ്ട്. അതോടൊപ്പം ഇവിടെ 1/5 എന്നിട്ടുണ്ട്. 1/5 എന്ന് വെച്ചാൽ ഇവിടെ ഡയറക്റ്റ് റേഡിയേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. രണ്ട് പ്ലേറ്റ് അതിനടക്കുള്ള ഡയറക്റ്റ് റേഡിയേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ 5 6 7 8 ദ planes connected by non-conducting but re-radiating surface, re-radiating wall എന്നുവെച്ചാൽ ഇത് വീണ്ടും റേഡിയേറ്റ്, അതായത് ബിറ്റ്വീൻ നമ്മൾ വാൾ വല്ലതും വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റേഡിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള കേസുകളാണ് സെക്കൻഡ് ആയിട്ട് പറയുന്നത്. നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ 1 2 3 4 ആണ് ഡയറക്റ്റ് റേഡിയേഷൻ ബിറ്റ്വീൻ ദ സർഫേസ്. അതിൽ 1 ഡിസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 1 എന്ന് പറയുന്ന ഗ്രാഫ് ഇവിടെ കാണാൻ സാധിക്കും. സോ ദിസ് എ ഗ്രാഫ് ഓഫ് 1. അപ്പം നമ്മുടെ ഇവിടെ 0.1 അടുപ്പിച്ചാണ് വരുന്നത്. സോ കറസ്പോണ്ടിങ് എഫ് വാല്യൂ, ഷേപ്പ് ഫാക്ടർ വാല്യൂ നമുക്ക് എടുക്കാം. ഇറ്റ് ഈസ് നിയർലി അറൌണ്ട് 0.01. ആ വാല്യൂ ആണ് നമ്മൾ ഷേപ്പ് ഫാക്ടർ കൺസിഡർ ചെയ്യുന്നത്. സോ ഷേപ്പ് ഫാക്ടർ ഇസ് നിയർലി 0.01. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Q12 കണ്ടുപിടിക്കാം. Q12 ഒരു ന്യൂമറേറ്റർ വാല്യൂസിലൂടെ കാൽക്കുലേറ്റ് ചെയ്ത് 69.69 കിട്ടി. ഡിനോമിനേറ്റർ വാല്യൂസ് അൺനോൺ ആയിട്ടുള്ളത് F12 ആണ്. ആ F12ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്താ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇസിക്കൽ ടു 207 വാട്ട്സ് എന്ന് കിട്ടും. ഓക്കെ, സോ അതാണ് ഓൺ ടൈപ്പ് പ്രോബ്ലം. Then another problem, two large parallel planes at 1000 Kelvin and 600 Kelvin. Determine the heat exchange per unit area if the surfaces are black, if the hot one has an emissivity of 0.8 and the cooler one has an emissivity of 0.5, if a large plate is inserted between the two and the plates having the emissivity 0.2. ഈ തേർഡ് പാർട്ട് എന്ന് വെച്ചാൽ തൽക്കാലം നെഗ്ലക്ട് ചെയ്യുക, അത് വരുന്നത് റേഡിയേഷൻ ഷീൽഡാണ്. ഓക്കെ, ഫസ്റ്റ് 2 പാർട്ട് മാത്രം ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം റേഡിയേഷൻ ഷീൽഡ് പറയാം. അതിനുശേഷം ആ തേർഡ് പാർട്ടിലേക്ക് വരാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പാർട്ട്, ടു ലാർജ് പ്ലെയിൻസ് at 1000 Kelvin and 600 Kelvin. We have to find rate of heat transfer per unit area. അപ്പം ഇതിൽ നമുക്കറിയാം നമ്മുടെ മെയിൻ എക്സ്പ്രഷൻ ഇതാണ്, EB1 minus EB2 divided by 1 minus epsilon 1 by A1 epsilon 1 plus 1 by A1 F12
plus 1 by epsilon 2 by a2 epsilon 2. ഓക്കെ, അപ്പൊ ഇതിൽ ബ്ലാക്ക് ബോഡി ആണെങ്കിൽ epsilon 1 is equal to epsilon 2 is equal to 1. അങ്ങനെയാകുമ്പോൾ ഈ ടേം 0 ആവും, ഇതും 0 ആവും. only thing remaining is a1 f1 2. so a1 f1 2 മുകളിലേക്ക് പോകുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ so it will be in this form, that is sigma eb എന്ന് വെച്ചാൽ nothing but sigma t1 raised to 4 and eb2 is sigma t2 raised to 4. so sigma a q actually വേണ്ടുന്നത്, so sigma a into f12 into f12 വരുന്ന വെച്ചാൽ ഇവിടെ നിന്നാണ് ഈ ഡിനോമിനേറ്റർ ആണ് f12 ആയിട്ട് ഇവിടെ കാണുന്നത്. സോ f12 into t1 raised to 4 minus t2 raised to 4. ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക, ടു ലാർജ് പാരലൽ പ്ലെയിൻസ് ആണ്. അതായത് ഈ ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എല്ലാം സെക്കൻഡ് ബോഡിയിലേക്ക് വരും. എല്ലാ റേഡിയേഷനും ടു ലാർജ് ഇൻഫിനിറ്റ് സൈസ് ആണ് ടു ലാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റേത് ഡിസ്കസ് ചെയ്ത എല്ലാ കേസുകളിലും ചെറിയ ജോമെട്രി ആയിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ടു ലാർജ് പാരലൽ പ്ലെയിൻസ്, ദാറ്റ് മീൻസ് എഫ് ഇത് 1 ആയിട്ട് എടുക്കാം, ഇത് 2 എടുക്കാം. സോ f12 ഈക്വൽ ടു f21. ഓക്കെ, ആ രീതിയിൽ എടുക്കാം. സോ f12 is equal to 1 ആയിട്ട് എടുക്കാം. f12 is equal to 1 2. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും രണ്ടാമത്തെ ബോഡിയിൽ വരുന്നുണ്ട്. നമുക്കറിയാം ഷേപ്പ് ഫാക്ടർ ഡിഫറൻസ് ചെയ്താൽ ദാറ്റ് ഈസ് ഷേപ്പ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 2 1 2 divided by total Q ജനറേറ്റഡ് ആണ്. Q12 ഇതൊരു ചെറിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ ഈ ലാർജർ ബോഡിയിൽ നിന്ന് രണ്ടാമത്തെ ബോഡിയിലേക്ക് വീഴുന്ന എമൗണ്ട്, റേഡിയേഷൻ എമൗണ്ട് വളരെ കുറവായിരിക്കും. പക്ഷെ രണ്ടും വലിയ സൈസ് തന്നെ ആയതുകൊണ്ട് Q12 is nothing but Q itself. So shape factor is equal to Q by Q is equal to 1. കാരണം ഫസ്റ്റ് ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും സെക്കൻഡ് ബോഡിയിലേക്കും വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് ടു ലാർജ് പാരലൽ പ്ലെയിൻസ് എന്ന് എടുത്തതിന് ശേഷം f12 1 ആണെന്ന് അസ്യൂം ചെയ്തു. f12 is 1. കാരണം 1ൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും 2ലേക്ക് വീഴുന്നുണ്ട്. അതുപോലെ 2ൽ നിന്ന് പോകുന്ന എല്ലാ റേഡിയേഷനും 1ൽ വീഴുന്നുണ്ട്. സോ f12 is equal to f21 is equal to 1. കാരണം ഷേപ്പ് ഫാക്ടർ ഡെഫിനിഷൻ അങ്ങനെയാണ്. ഷേപ്പ് ഇതിൽ ഫ്രാക്ഷൻ ഓഫ് ദ റേഡിയന്റ് എനർജി എമിറ്റിംഗ് ഫ്രം സർഫസ് 1 ആൻഡ് ഇറ്റ് ഈസ് ഫാളിംഗ് ഓൺ സർഫസ് 2. ഓക്കെ, അതുകൊണ്ട് f12 വാല്യൂ 1 ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ സിഗ്മ 5.6 - 8. ഓക്കെ, ആര് വിലയാണ്? ഏരിയ യൂണിറ്റ് പെർ യൂണിറ്റ് സ്ക്വയർ ആണ്. ദെൻ T1 1000 കെൽവിൻ ആണ്. ദെൻ T2 600 കെൽവിൻ ആണ്. ഇവിടെ 1000 ഇവിടെ 100 ഡിനോമിനേറ്റർ വെച്ചാൽ 10⁻⁸ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ 5.67 into 10⁻⁸ into 1000 raised to 4 minus 600 raised to 4 എന്ന് മാത്രം എഴുതിയാൽ മതിയോ. സിഗ്മ എ യൂണിറ്റ് Q by A ആണ് കണ്ടുപിടിക്കേണ്ടത്. എ യൂണിറ്റ് ആണ്. സോ f12 വാല്യൂ 1 ആണ്. സോ only thing is 1000 raised to 4 minus 600 raised to 4. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ബോഡിയുടെ വാല്യൂ കിട്ടും. ദെൻ എമിസിറ്റി വാല്യൂ തന്നിട്ടുള്ള കേസിൽ നമ്മൾ എമിസിറ്റി കൺസിഡർ ചെയ്യണം. ആ കേസിൽ EB1 - EB2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിഗ്മ T1 raised to 4 minus sigma T2 raised to 4. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 56700 കിട്ടും. സിഗ്മ ദാറ്റ് ഈസ് EB2 7348 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ റിമൈനിങ് ടൈംസ് 1 minus epsilon 1. ഇവിടെ എപ്സിലോണിന്റെ വാല്യൂ തന്നിട്ട് 1 is 0.8 and other is 0.5. 0.8ഉം 0.5ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇവിടെ 1 by A1 F12. A1ന്റെ വാല്യൂ 1 ആണ്,
F1 to 1 ആണ്. So 1 by 1 it is second one. അതാണ് 1 1. Okay. So 1 minus epsilon. ആദ്യത്തെ വാല്യൂ 0.8 ആണ്. 1 minus 0.8 is 0.2. 1 minus ഇവിടെ വരുന്നത് 1 minus 0.8 is equal to 0.2 divided by A1 1 ആണ്. Epsilon 1 again 0.8. So 0.2 divided by 0.8 plus 1 divided by 0.5 ആണ്. So 1 minus epsilon 2 0.5, that is 0.5 only. Then A2 എന്ന് വെച്ചാൽ per unit area 1 ആയിട്ട് എടുക്കാം. Then epsilon 2 it is 0.5. So അത് calculate ചെയ്യുമ്പോൾ we will get this value. This is the Q by A. Okay. So ഏത് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. So ഇതാണ് EB1, this is EB2, this is 1 minus epsilon 1 divided by epsilon 1A. ഇവിടെ space resistance 1 by A1 F12. So another is 1 minus epsilon 1 by epsilon 2 divided by epsilon 2 A2. Okay. ഇതാണ് EB1, EB2 are the driving potential. So Q by area equal to EB1 minus EB2 divided by the resistances. 1 minus epsilon 1 by epsilon 1 A1 plus 1 by A1 F12 plus 1 minus epsilon 2 by A2 epsilon. ഇതാണ് this expression. ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് ബ്ലാക്ക് ബോഡി ആണെങ്കിലും ഗ്രേ ബോഡി ആണെങ്കിലും ഇത് സോൾവ് ചെയ്യാൻ സാധിക്കും. I think it's clear. ഇനി വേറെ കേസാണ്. An electric heating system is installed in the room, in the ceiling of the room of dimension 5 meter length by 5 meter width and 2.5 meter height. The temperature of the ceiling is 315 Kelvin, whereas under 5 Kelvin. If the floor is non-sensitive to radiation and the emissivities of the ceiling and the wall is 0.75 and 0.65 respectively, calculate the radiant heat loss from the ceiling to the walls. സീലിംഗിൽ നിന്ന് വാളിലേക്കുള്ള റേഡിയേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണെങ്കിൽ an electric heating system is installed in the ceiling of the room. റൂമിന്റെ സീലിംഗിൽ ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സോളാർ റേഡിയേഷൻ വന്ന് വീഴുന്നു, സീലിംഗിൽ സോളാർ റേഡിയേഷൻ വന്ന് വീഴുന്നു. അപ്പോൾ ആ സോളാർ റേഡിയേഷൻ വാൾസിലേക്ക് എത്ര റേഡിയൻ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ആ രീതിയിൽ നമുക്ക് എടുക്കാം. സോ an electric heating system is installed in the ceiling of a room 5 meter length by 5 meter width. So 5 by 5 ആണ്. So 5 meter length and 5 meter width. 5 by 5 and 2.5 in the height എന്നത് റൂമിന്റെ ഹൈറ്റ് എന്നത് 2.5 meter height ആണ്. Then the ceiling temperature it is set to 315 ആണ്, Kelvin ആണ് 315, and the walls are at 295. Wall temperature 295 Kelvin. So we have to find the rate of heat. The 1 ൽ നിന്ന് 2 ലേക്ക് എത്രത്തോളം ഹീറ്റ് ബൈ റേഡിയന്റ് മീൻസിൽ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെയും നമ്മുടെ ബേസ് എക്സ്പ്രഷൻ U12 സിഗ്മ. ഓക്കെ, പല ടെക്സ്റ്റുകളിലും പല രീതിയിൽ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചാൽ ആക്ച്വലി നമുക്ക് ബേസ് എക്സ്പ്രഷൻ തന്നെ മതിയാവും. So I'll reread again. ഈ എക്സ്പ്രഷൻസ് പലത് കണ്ടും നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ആക്ച്വലി ഇതിൻ്റെ എല്ലാം ഈ ഇക്വേഷൻസിലെല്ലാം റീഅറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ എക്സ്പ്രഷൻ നമ്മുടെ ബേസ് എക്സ്പ്രഷൻ 2 1 to 2 is equal to
EB1 minus EB2 divided by 1 minus epsilon 1 by epsilon 1 A1 plus 1 by A1 F12 plus 1 minus epsilon 2 by epsilon 2 A2. ഇതാണ് ബേസ് എക്സ്പ്രഷൻ. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം തരാൻ കഴിയുന്ന ചില പല ടെക്സ്റ്റ് ബുക്കിലും പല ഇക്വേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. ഇവിടെ അവർ ചെയ്തിരിക്കുന്ന ചില A1 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. സോ A1 ഇൻറ്റു EB1 മൈനസ് EB2 ഡിവൈഡ് ബൈ ഇവിടെ 1 മൈനസ് എപ്സിലോൺ 1 ബൈ എപ്സിലോൺ 1 എന്ന് മാത്രമേ വരത്തുള്ളൂ. A1 കൊണ്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം A1 ഇവിടെ ക്യാൻസൽ ആയി. അല്ലെങ്കിൽ ഞാൻ നോട്ട് ചെയ്താം. A1 മൾട്ടിപ്ലൈ A1 പ്ലസ് 1 by A1 F12 plus 1 minus epsilon 2 by epsilon 2 A2. ഓക്കെ, സോ ഈ A1 ഇൻസൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സോ വാട്ട്സ് റിമൈനിങ് ദെൻ ഡിനോമിനേറ്റർ മാത്രമേ എഴുതുള്ളൂ. ദാറ്റ് ഈസ് A1 ഇൻറ്റു EB1 മൈനസ് EB2 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ വരികയാണെങ്കിൽ 1 minus epsilon by epsilon 1 plus A1 cancel. So I am putting A1 inside the brackets. 1 by F12 plus A1 by A2 into 1 minus epsilon 2 by epsilon 2. ആ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. സോ A1 ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ A1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ദിസ് ടേം F12 1 minus epsilon 2 by epsilon 2 into A1 by A2. Okay, so you need to study only this expression. ഈ എക്സ്പ്രഷൻ മാത്രം പഠിച്ചാൽ മതിയാവും, ബാക്കിയുള്ള എക്സ്പ്രഷൻസ് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതെല്ലാം ആ ബേസ് എക്സ്പ്രഷനെ റീറേഞ്ച് ചെയ്ത് വരുന്ന എക്സ്പ്രഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഇവിടെയെല്ലാം എപ്സിലോൺ 1 എപ്സിലോൺ 2 എപ്സിലോൺ 2 തന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് എറേസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ബേസ് എക്സ്പ്രഷനിൽ എപ്സിലോൺ 1 എപ്സിലോൺ 2 അറിയാം, A1 അറിയാം, 5 into 5 A1 അറിയാം. So 5 into 5 area of the ceiling. Then A2 area of the wall. A1 A2 അറിയാം. So A1 sigma 5.67 raised to minus 8. Then T1 raised to 4. രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. T1 raised to 4 and T2 raised to 4 അറിയാം. Then epsilon 1 ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ 1 minus epsilon 1 അതറിയാം. ഇവിടെ epsilon 2 അതും അറിയാം. A1 A2 എല്ലാം അറിയാം. ഇവിടെ വരുന്ന വെച്ചാൽ F12 എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നമ്മുടെ ഒരു ചാർട്ടിൽ നിന്നാണ്. ആ ചാർട്ടിൽ വരുന്നത് വെച്ചാൽ Z/X Y/X എന്ന് പറയുന്ന രണ്ട് പാരാമീറ്ററാണ്. Z/X Z എന്ന് വെച്ചാൽ ഈ ഹൈറ്റ് 2.5, X എന്ന് വെച്ചാൽ 5. So 2.5 by 5. 2.5 divided by 5. So that is equal to 1 by 2 എന്ന് വരും. So again logical 0.5. അതാണ് ഈ ഒരു വാല്യൂ. Then Y/X Y എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണ്, X എന്ന് വെച്ചാൽ 5 ആണ്, again 5. So Y/X is again 5 by 5 is 1. സോ ഈ രണ്ട് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാം, Z/X ആൻഡ് Y/X. ഓക്കെ, അത് എവിടെ നിന്ന് ചാർട്ടിൽ നിന്ന് കാണിച്ചു തരാം.
second. സോ എല്ലാവരും ഡാറ്റ ബുക്ക് ഒന്ന് എടുത്ത് നോക്കുക. ഞാൻ ഷെയർ ചെയ്യാം. Sorry students, I am not able to share the screen. Okay, so let me stop at this point of time and we'll continue in the next class. Before that, I want to know the status of your project. Group number 1. Yes, sir. Project status ഒന്ന് പറയൂ. സാർ ഞങ്ങളുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് തെർമോ ഇലക്ട്രിക് മൊഡ്യൂൾ ഉപയോഗിച്ച് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഗ്യാസ് സെൻസറിനെ പവർ ചെയ്യാന്നുള്ളതായിരുന്നു. അതിൽ ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു പെൽറ്റിയർ മൊഡ്യൂൾ ആയിരുന്നു, ഒരു തെർമോ ഇലക്ട്രിക് ജനറേറ്റർ ആയിരുന്നു. അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ഇനി സർക്യൂട്ട് ബിൽഡ് ചെയ്യണം. പക്ഷേ സർക്യൂട്ട് ബിൽഡ് ചെയ്യാനുള്ള കുറച്ച് കമ്പോണൻസ് ഞങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ കയ്യിൽ ആരുടെ ഇല്ല. അത് ക്യാമ്പസിൽ വന്നാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാമ്പസ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. പിന്നെ ഈ ദൂരെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഈ പെൽറ്റിയർ മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഒന്നും കൂടെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്, ഒന്നാമത്തത്. രണ്ടാമത്തത്, ഞങ്ങൾക്ക് ഈ പെൽറ്റിയർ മൊഡ്യൂൾ വെച്ച് സർക്യൂട്ട് ബിൽഡ് ചെയ്യണം. എന്നിട്ട് ഗ്യാസ് സെൻസർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ആ രീതിയിൽ ചെക്ക് ചെയ്യാൻ വേണം. കുറച്ച് ജോലിയുണ്ട് സാർ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും കൊല്ലം ബേസ്ഡ് ആൾക്കാരുണ്ടോ?
കൊല്ലം സാർ കൊല്ലം ബേസ്ഡ് ആയിട്ട് അശ്വിനേ ഉള്ളൂ. അശ്വിനോട് ഒന്ന് പറയുക. അശ്വിൻ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഒരാൾക്ക് പെർമിഷൻ തരാം. അതെ സാർ. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് പ്ലേസ് വെച്ചിട്ട് തൊഴിൽ പറ്റുമോ? എല്ലാവരും പ്ലാൻഡ് ആയിട്ട് ഒരു ദിവസം ഒന്ന് ചെയ്തെടുക്കാം. കാരണം ഇനി ടൈം അവൈലബിലിറ്റി വളരെ കുറവാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഓക്കെ. നിങ്ങൾ അവൈലബിൾ രണ്ടുപേരും മീറ്റ് ചെയ്തതിനു ശേഷം ചെയ്യാം. എന്നിട്ട് ഓൺലൈൻ നിങ്ങൾ ഇതേപോലെ മീറ്റിംഗ് വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. സാർ ഞങ്ങൾ റെഗുലറായിട്ട് ഓൺലൈൻ മീറ്റിംഗിലൂടെ ഞങ്ങളുടെ ഐഡിയാസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ അതിലുപരി ഇപ്പം നേരിട്ടിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് സാർ. അപ്പോൾ ഞാൻ ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ദിവസം ഫിക്സ് ചെയ്ത് സാറിനെ വിളിച്ചെന്ന് പറഞ്ഞിരുന്നു ആദ്യം പേഴ്സണലായിട്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനകത്ത് വന്നിട്ട് ഒരു ദിവസം വല്ലതും ചെയ്യണമെന്ന് പെർമിഷൻ തരാം. ഒരു ദിവസത്തേക്ക് എമർജൻസി ആയിട്ട് വല്ലതും ചെയ്യണമെന്ന് തരാം. കാരണം അതിന്റെ ഡിലേ. ഓക്കെ, ഞാൻ വിളിച്ചു പറയാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 ഉണ്ടോ? എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പറയൂ സാറേ. സാറ് പറഞ്ഞ മാതിരി തന്നെ നമ്മള് റിജോ സാറെ പോയി മീറ്റ് ചെയ്തിട്ടുണ്ട് അന്ന്. അപ്പൊ മീറ്റ് ചെയ്തപ്പോ സാറ് പറഞ്ഞത് ഒരു കൂട പോലത്തെ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ പെരിസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനുള്ള ചാമ്പർ കാര്യങ്ങളൊക്കെ പെൽറ്റിയർ മൊഡ്യൂൾ ഓർഡർ ചെയ്യാൻ പോകുന്നുണ്ട്. ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരാണ്ട്. പിന്നെ ഏകദേശം ഉണ്ടാക്കിയിട്ടുണ്ട്. അർഷദ് അതൊന്ന് കാണിച്ചു കൊടുക്കൂടാ. അർഷദ് അതൊന്ന് ഈ വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ഒരു ചേമ്പർ സാർ, ഇതിൽ നമ്മളൊരു ആർഡിനോ സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ടൊമാറ്റോ പോലത്തെ വെജിറ്റബിൾസ് വേഗം കേടായി പോണതിന് മെയിൻ ആയിട്ടുള്ള കാരണം അതിന്റെ മേലെ ഉണ്ടാവുന്ന വാട്ടർ കണ്ടന്റ് വേഗം ഡ്രൈ ആയി പോണ കാരണമാണ്. മൈക്രോബിയൽ ഗ്രോത്തിനെ അത് എഫക്ട് ചെയ്യും. അപ്പോൾ അത് കാരണമായിട്ട് നമ്മൾ എന്താക്കും, മേലെ ആർഡിനോ വെച്ചിട്ട് പെൽറ്റിയർ മൊഡ്യൂളിന്റെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു ട്യൂബ് വെച്ചിട്ട് വാട്ടർ സ്പ്രേ ഇന്ന ടൈമിൽ ഒരു 2 hours കൂടുമ്പോൾ ഫാൻ കറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോ അതും ഗ്രൂപ്പ് നമ്പർ 3 നമ്മളുടെ പ്രോജക്റ്റ് ആയിരുന്നെങ്കിൽ തെർമൽ അനാലിസിസ് ടു ക്യാവിറ്റി വോൾസ് ആയിരുന്നു. സോ നമ്മൾ 2 റൗണ്ട് അനാലിസിസ് കഴിഞ്ഞു. അതായത് നോർമൽ വോളിന്റെയും കഴിഞ്ഞു, ക്യാവിറ്റി വോളിന്റെ ഗ്യാപ്പ് വെച്ചുള്ളതും കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അനാലിസിസ് ചെയ്യാൻ ഓരോ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യണം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റം കയ്യിലില്ല, ആരുടെയും കയ്യിൽ ഇപ്പൊ സിസ്റ്റം ഇല്ല. അതായത് ആൻസിസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കോളേജിൽ വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണൊരു പ്രശ്നം. ഇല്ല സാർ, നമ്മളെ ടീംമേറ്റ്സിന് സപ്പോർട്ട് ചെയ്യുന്നില്ല ലാബ്. മറ്റേ നേരത്തെ ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. നമ്മളെ അവിടുത്തെ ഫ്രണ്ട്സിന്റെ ഇത് വെച്ചായിരുന്നു നമ്മളെല്ലാവരും കൂടെ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ അതിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ബാക്കി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, ബൗണ്ടറി കണ്ടീഷൻസ് നോക്കുക. സാർ, അത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ചാണ്. പിന്നെ നോട്ട്സ്, എത്ര നോട്ട്സ് ഉണ്ട് അതെല്ലാം ബേസ് ചെയ്താണ്. നോർമലി നിങ്ങൾ 2 കേസ് റൺ ചെയ്യുന്നല്ലേ? സാർ, ഇത് ഏകദേശം 3 to 4 hours അതൊക്കെ ഞങ്ങൾക്ക് ലാസ്റ്റ് ചെയ്തപ്പം അത്ര ഇതായിരുന്നു വന്നിരുന്നത്. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ മോഡൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ആരെങ്കിലും കോൺടാക്ട്സ് ഉണ്ടോ? ഉണ്ട് സാർ, പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. കാരണം അവരെന്തായാലും ചിലപ്പോൾ മൺഡേ മുതൽ കോളേജിൽ വരും. അങ്ങനെ അന്നത്തെ കേസ് സ്റ്റഡി കോളേജിൽ റൺ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഔട്ട്പുട്ട് എടുത്താൽ മതി. അതെ സാർ, അവരോട് എന്താന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു കൊടുത്താൽ മതി, അവര് റൺ ചെയ്തോളൂ.
ഓക്കെ, ഓക്കെ സർ. എന്തായാലും ഇതിന് ടൈം കളയരുത്, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും. യെസ് സർ, ഷുവർ സർ. നമ്പർ 4. സാർ, ഞങ്ങളത് പ്രൊജക്റ്റ് ടെർമൈറ്റ് മോൾഡ് ഇൻസ്പയർഡ് ബിൽഡിങ്ങും സാധാ ഹോമും തമ്മിലുള്ള അതെ, ഡിഫറൻസ് ആയിരുന്നു. അത് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആൻസിസിൽ അനാലിസിസ് ചെയ്യാൻ കൂടി ഉണ്ട്. അപ്പം ആൻസിസ് അനാലിസിൽ ഏത് സ്റ്റേജ് വരെ എത്തി? സോഫ്റ്റ്വെയർ ഉണ്ടോ? ഏത് സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്? ആൻസിസ് ഫ്ലുവന്റ് ചെയ്യാനാ പറഞ്ഞത്. പക്ഷേ ആ. ഞങ്ങളുടെ കയ്യിലെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ കാര്യത്തിൽ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റില്ല, പിന്നെ പ്രോഗ്രസ് ഉണ്ടായില്ല. ആർക്കും ലാപ്പില്ലേ? സോളിഡ് വർക്സിലും മതിയാവുമല്ലോ. സോളിഡ് വർക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല? ഡിസൈൻ ചെയ്ത് കഴിയുന്നുണ്ട്. സോളിഡ് വർക്സിൽ സോളിഡ് വർക്സിൽ. അത് കോളേജ് ചെയ്താണോ അല്ലാതെ നിങ്ങൾ പുറത്ത് വീട്ടിൽ ചെയ്താണോ? കോളേജിൽ ചെയ്താ. ഓക്കെ. അത് ഈ ആൻസിസ് ബൗണ്ടറി കണ്ടീഷനൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് കോളേജ് തുറന്ന് 2 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നു. ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നു. നിങ്ങൾ കൊല്ലം ബേസിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇതില്? ഒരാളുള്ളൂ കൊല്ലം ബേസ്. കേട്ടില്ല. ഒരു മെമ്പർ ഉള്ളൂ. ആളോട് കൊല്ലം ഉള്ള ആളോട് വരാൻ പറയാ. വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 2 ദിവസം നമുക്ക് റൺ ചെയ്യാൻ പെർമിഷൻ വാങ്ങിച്ചു തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 5 ആരെങ്കിലും ഉണ്ടോ? സാർ, പറയുന്നില്ല. സാർ MCDM അനാലിസിസ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിപ്പോൾ ഗ്രാഫിൻ പാർട്ടിക്കിൾസ് ആണ് ഫൈനലൈസ് ചെയ്തേക്കണത്. കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? MCDM അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മിനിറ്റ് സാർ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്നില്ല. കാജ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. പറ്റുന്നില്ല, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. സാറിന് പേഴ്സണലി സെൻഡ് ചെയ്താൽ മതിയോ എക്സൽ ഷീറ്റ്? ഓക്കെ, എന്തോ ഗൂഗിൾ മീറ്റ് എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. ഹലോ, 6 ബാച്ചിൽ ആരെങ്കിലും ഉണ്ടോ? യെസ് സർ, ആൽബിൻ. സാർ, ഞങ്ങളുടെ ഹീറ്റ് സിങ്കിലെ തെർമൽ അനാലിസിസ് ആയിരുന്നു. രണ്ട് മൂന്ന് ഡിസൈൻസ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് സോൾഡ് വർക്സ് സിമുലേഷൻ ചെയ്യുന്നുണ്ട്. ബൗണ്ടറി കണ്ടീഷൻ കഴിഞ്ഞ പ്രാവശ്യം തെറ്റുപറ്റിയായിരുന്നു, അത് മാറ്റാൻ നോക്കി. അബിത് സാറായിട്ട് കോൺടാക്ട് ചെയ്തു. ഹീറ്റ് ഫ്ലക്സ് കൊടുക്കുന്ന ചെറിയ സിമുലേഷൻ മിസ്റ്റേക്സ് ഉണ്ട്. സോൾഡ് വർക്സിലാണ് സിമുലേഷൻ ചെയ്യുന്നത്. അതൊന്ന് റെക്ടിഫൈ ചെയ്യണം. ഓക്കെ. 7th ബാച്ച്. സാർ, നമ്മുടെ ഒരു മെറ്റീരിയൽ എടുത്ത് ഹീറ്റ് ചെയ്തിട്ട് അതിന്റെ കൂളിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യാനായിരുന്നു. അപ്പം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുത്തിട്ട് 3 മീഡിയത്തിൽ കൂൾ ചെയ്യാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. എക്സ്പെൽ സ്റ്റഡി പ്യൂർലി എക്സ്പെല്ലാണല്ലേ? അതെ അതെ. അതിൽ സിമുലേഷൻ പാർട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? ഏതെങ്കിലും ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ടോ ഇതിൽ ചെയ്യാൻ പറ്റും? അൺസ്റ്റഡി അനാലിസിസ് അല്ലേ? അല്ല സാർ, നമ്മൾ മറ്റേ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആയിരുന്നു. മറ്റേ ഹീറ്റ് ചെയ്തിട്ട് അതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിരുന്നു. അതായത് ടെമ്പറേച്ചർ, ടൈം കർവ് പ്ലോട്ട് ചെയ്യാനായിരുന്നു. അൺസ്റ്റഡി ആണത്. അൺസ്റ്റഡി അല്ലേ? അൺസ്റ്റഡി അനാലിസിസ് ആണ്. സ്റ്റഡി സെറ്റ് അനാലിസിസ്. അൺസ്റ്റഡി അനാലിസിസ്. അതെ അതെ. 7th ബാച്ച്. ഓക്കെ. 7. അല്ല സാർ, ഞങ്ങളാ 7th. 8th. ഓക്കെ, 8th ആരാണ്? 8th ബാച്ചിൽ ആരെങ്കിലും മെമ്പേഴ്സ് ഉണ്ടോ? ആരുമില്ല? സാർ പറയും.
സാർ ഞങ്ങൾ ചെയ്തോണ്ടിരുന്നതെന്ന് വെച്ചാല് ഇപ്പോ ഗ്ലാസിന്റെ ഗ്ലാസ്സിലേക്ക് ഇടയ്ക്ക് ആർഗണും നൈട്രജനും ഫിൽ ചെയ്തിട്ട് അതിന്റെ ലൈറ്റ് കടത്തി വിടുമ്പോൾ അതിന്റെ ഉള്ള റിയാക്ഷൻ അതിനകത്ത് ഇപ്പൊ വരുന്ന വ്യത്യാസം സ്റ്റഡി ചെയ്യായിരുന്നു ഞങ്ങളുടെ സാധനം ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളല്ലേ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് അതല്ലേ? പകരം PCM വെച്ച് PCNG മെറ്റീരിയൽ ഉപയോഗിച്ച് ഫേസ് ചേഞ്ച് ചെയ്ത് അതൊന്ന് സ്റ്റഡി ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇപ്പോ എല്ലാവരും പലയിടത്തായത് നമുക്കിപ്പോ ഒരുമിച്ച് ചെയ്യാനേ പറ്റുള്ളൂ. എല്ലാരും കൂടെ വന്നിട്ട് അത് അതിന്റെ സാധനം സെറ്റ് ചെയ്തിട്ട് എല്ലാരും കൂടെ വെച്ച് ഒരുമിച്ച് അനലൈസ് ചെയ്യാനേ കഴിയുള്ളൂ. ഇപ്പം എല്ലാരും പലയിടത്തായോണ്ട് അത് ഒരു ഓക്കെ. നിങ്ങൾ എന്തായാലും കിട്ടുന്ന സമയം അതിന്റെ ഫൈനൽ സ്റ്റേജ് ആയിരിക്കും. അതിന്റെ മുന്നേ നിങ്ങളുടെ ഡിസൈൻ കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്യണം. അല്ല, മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. മാത്തമെറ്റിക്കൽ പാർട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം ഈ പെയിന്റ് അടക്കം എത്ര ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എത്രത്തോളം എത്രത്തോളം ഹീറ്റ് ഇൻപുട്ടാണ് നിങ്ങൾ വരുന്നത്, എത്രത്തോളം ഹീറ്റ് ഇൻപുട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി എത്ര ഫേസ് ചേഞ്ച് മെറ്റീരിയൽ ആവശ്യമുണ്ട്, അങ്ങനെ ഒരു ഡിസൈൻ ആസ്പെക്ട്സ് ഇതിൽ വരുന്നില്ലേ? ഉണ്ടോ മുഹമ്മദ് ഹുസൈൻ? കേൾക്കുന്നുണ്ടോ സാർ? അത് ഇപ്പോ ഓരോ ഇതിന്റെയും ഗ്യാസിന്റെയും ഇതനുസരിച്ചല്ലേ അത് വ്യത്യാസം വരില്ലേ? വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ജോമെട്രി ഏതാണ് ജോമെട്രി എടുക്കുന്നത്, എത്ര സ്പേസിങ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് അല്ലേ? എത്രത്തോളം ഹീറ്റ് റെഡ്യൂസ് ചെയ്യണം. കാരണം ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഉപയോഗിക്കും, ശരിയാണോ? അപ്പൊ എത്രത്തോളം പെർസെന്റ് ഹീറ്റ് ലോസ് വരണം, അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത്. ആ ഡിസൈൻ ആസ്പെക്ട്സ് നിങ്ങൾ ചെയ്യണം കേട്ടോ. ആദ്യം ഇപ്പം തന്നെ ഇരുന്ന് നിങ്ങൾ ഗൂഗിൾ മീറ്റിലും ഫൈനലൈസ് ചെയ്യാമല്ലോ. എന്നിട്ട് പിന്നെ വൺസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫാബ്രിക്കേഷനിലേക്ക് പെട്ടെന്ന് തന്നെ പോയാൽ മതിയാവും. അല്ല പിന്നീട് ബുദ്ധിമുട്ടാവും. ഓക്കെ, 9th ബാച്ച്. പറയൂ. ഹലോ സാറേ, ഞങ്ങളുടെ പ്രോജക്റ്റ് പറഞ്ഞാൽ ലിക്വിഡിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ചെക്ക് ചെയ്യുന്നതാണ് ഒരു സിലിണ്ടറിക്കൽ സെറ്റപ്പ് ഉപയോഗിച്ച്. അപ്പൊ ഞങ്ങളത് മെറ്റീരിയലൊക്കെ റെഡിയാക്കി. പക്ഷേ ഈ തെർമോകപ്പിളും പിന്നെ ഹീറ്ററും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കൊല്ലത്ത് നോക്കി വെച്ചിരുന്നു, അവിടെ അവൈലബിൾ ആയിരുന്നില്ല. അത് കിട്ടാൻ കുറച്ച് പാടുണ്ട്. അത് ഇതാണ്. അല്ലാതെ ഞങ്ങൾ ആദ്യം ഹീറ്റർ വേണമെന്ന് ബാംഗ്ലൂർ അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയാൽ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ഒരു സപ്ലൈ ചെയ്യുന്നൊരു ആളുണ്ട്, അയാൾക്കുള്ള കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അയാളോട് പറഞ്ഞാൽ അയാളെ ഫാബ്രിക്കേറ്റ് ചെയ്ത്. പിന്നെ ഞങ്ങൾ സാറെന്ന് പറഞ്ഞ പോലെ ഒരു സീനിയേഴ്സ് ഇത് സെയിം പ്രൊജക്ട് ചെയ്തിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയപ്പോ അത് അവിടെ ഇല്ലാന്ന് പറഞ്ഞേ. അന്വേഷിച്ചിട്ട് പിന്നെ പറയാന്ന് പറഞ്ഞു. പിന്നെ ക്ലാസ് ഒന്നും തുറന്നില്ല. അത് കിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുകൂടി പെട്ടെന്ന് എളുപ്പമാക്കി. എന്നിട്ട് കോളേജ് തുറക്കാത്തതുകൊണ്ട് ഒരു പ്രശ്നമാണ്. എന്തായാലും എത്ര പെട്ടെന്ന് കോളേജ് തരാം. ആയിരം ഇത് ഹലോ ഹലോ സാർ. ഹലോ, സോറി ഫോർ 9th ഗ്രൂപ്പ്. 10th ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പറയൂ. ഞങ്ങൾക്ക് കമ്പയറിംഗ് ദ തെർമൽ കണ്ടക്ടിവിറ്റി അപ്പോ അത് പ്യൂർ
മെറ്റീരിയൽസ് ആണ് നോക്കിയത്. അതിനകത്ത് രണ്ടെണ്ണം എന്നാ ഇത് ക്ലിയർ അല്ല, വോയിസ് ക്ലിയർ അല്ല. എന്നയുടെ ഗ്രൂപ്പിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുമോ? എനിക്കൊന്ന് റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ സർ. പറയൂ സാർ, ഞങ്ങൾ 10th ഗ്രൂപ്പ് റൂഫിംഗ് ആയിരുന്നു എടുക്കുന്നത്. സാറിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ മെറ്റീരിയൽസ് എല്ലാം ഏകദേശം കളക്ട് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ഒഴിച്ച്. ബാക്കിയെല്ലാം മെറ്റീരിയൽ കളക്ട് ചെയ്തു. പിന്നെ ബാക്കി ചെയ്യണമെങ്കിൽ കോളേജിൽ വരണം. എന്തായിരുന്നു നിങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറയൂ? എന്തായിരുന്നു റൂഫിംഗ് ഡിഫറെന്റ് മെറ്റീരിയൽസ്, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ട്രൈ ചെയ്യുന്നു. ഓക്കെ, ചെയ്യാമെന്ന മാക്സിമം ചെയ്യാം. ബാക്കിയുള്ളത് കോളേജിൽ വന്നു കഴിഞ്ഞാൽ ഒരു 2 to 3 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാം കേട്ടോ. അധികം ടൈം കിട്ടില്ല കോളേജ് വന്നു കഴിഞ്ഞാൽ. പിന്നീട് എക്സാംസും സീരീസും കാര്യങ്ങളൊക്കെ ആവും. ലാബ് എക്സാം വരും. ഓക്കെ സർ. 11th ബാച്ച്. താങ്ക് യു സർ. 11th ബാച്ച്. യെസ് സർ. എന്തായി നിങ്ങളുടെ സ്റ്റാറ്റസ്? സാറേ, ഞങ്ങൾ തെർമൽ ജനറേറ്റർ വഴി വണ്ടിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ എനർജി ആയിട്ട് മാറ്റുന്നതായിരുന്നു. ഇപ്പോൾ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്ത്, പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഓരോ ഫ്രണ്ട് വഴി കണക്ട് ചെയ്തു. ഈ മെറ്റീരിയൽ കൈ കിട്ടുന്നതിന് മുമ്പ് കോളേജ് അങ്ങ് അടച്ചു. മെറ്റീരിയൽ ഇപ്പം വന്നിട്ടില്ലേ? വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ ഫ്രണ്ടിന്റെ ഇല്ല. അത് ഇവിടെ ഇല്ല, കൊല്ലത്തല്ല. കോളേജ് തുറന്നാല് അതും പെൽറ്റിയർ മൊഡ്യൂളാണ്. ഇവിടെ കൊല്ലത്ത് കിട്ടാൻ പാടായിരുന്നു, അപ്പൊ ഇല്ലായിരുന്നു. ഓക്കെ, എന്തായാലും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം. വന്നു കഴിഞ്ഞാൽ അത് ദിവസങ്ങൾ ഉണ്ടാവില്ല. അത് കംപ്ലീറ്റ് ചെയ്ത രീതിയിൽ പ്ലാൻ ചെയ്യാം കേട്ടോ. ഓക്കെ സർ. 12th ബാച്ച്. 12th ബാച്ച് സാർ, പറയും. പോസ്റ്റ് കൺവെർഷന്റെ കൂടെ ചെയ്യാറുണ്ട്. പ്രീ കൺവെർഷൻ ഏകദേശം സ്റ്റിമുലേഷൻ ആയിരുന്നു. സാർ, സംഭവം ലാപ്പ് നമ്മുടെ അല്ല, നമ്മളെ ഫ്രണ്ടിന്റെ ആണ്. അപ്പം സംഭവം കോളേജ് തുറന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പക്ഷെ തുറന്നാലേ ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ ഫ്രണ്ടിനോട് വിളിച്ച് പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ലേ? ഫ്രണ്ടിനോട് അത് ട്രൈ ചെയ്യുന്നുണ്ട് സാർ. അല്ല എന്നുവെച്ചാൽ ഫൈനൽ ഒരു ഇതിന് എല്ലാം തുറന്നാലേ പറ്റുള്ളൂ, ബാക്കി ഏകദേശം സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഫ്രണ്ടിന്റെ ലാപ്പ് ആണെങ്കിൽ ആളോട് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ഈ കേസ് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം അയച്ചു കൊടുത്താൽ മതിയല്ലോ. പ്രോഗ്രാം മീൻസ് കേസ് ഫയൽ അയച്ചു കൊടുത്താൽ മതിയല്ലോ. കേസ് ഫയൽ അയച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് അതേ സമയം എടുക്കുമോ റൺ ചെയ്യാനായിട്ട്? എത്ര സമയം എടുക്കും? എത്രയാ? 3 hours ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പുള്ളിയോട് ആ കേസ് ഫയൽ അയച്ചു കൊടുത്തിട്ട് ഒന്ന് റൺ ചെയ്യാൻ പറഞ്ഞാൽ മതി. പുള്ളി അതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് തന്നെ അയച്ചു തരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. നിങ്ങൾ സംസാരിക്കാം. 13. എന്തായി സൈദ്? നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സർഫസ് എമിസിവിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഉണ്ടാക്കുന്നതായിരുന്നു. മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തു. പക്ഷേ തെർമോകപ്പിളും പിന്നെ നിക്രോമും കിട്ടിയില്ല. ഹീറ്റിംഗ് വയർ അല്ലേ? തെർമോകപ്പിൾ കിട്ടിയില്ലേ? ഇല്ല, അത് കിട്ടിയില്ല. പിന്നെ ഹീറ്റിംഗ് കോയിൽ ഇല്ല, അതും കിട്ടിയില്ല. പിന്നെ അസംബ്ലി ചെയ്താൽ മതി, അത് കോളേജ് വന്നിട്ടില്ല ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും കിട്ടുന്ന സപ്ലയർ ഉണ്ട്. പക്ഷേ സപ്ലയറോട് നേരത്തെ വിളിച്ച് പറയണം. അതിന് 1 week ടൈം കൊടുക്കണം. കാരണം ഇത് അപ്പം കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് കഴിഞ്ഞാൽ ഞാൻ ആളുടെ കോൺടാക്ട് നമ്പർ തരാം കേട്ടോ. ഇവിടെ 10,000 പുതിയ രീതിയിലുള്ള വിഷയമാണ്. കോളേജിന്റെ മിക്ക റിപ്പയർ ഒക്കെ ചില മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വിഷയമാണ്. ഞങ്ങളെ കോൺടാക്ട് നമ്പർ. നെക്സ്റ്റ് അടുത്ത ബാച്ച് 13 അല്ലേ? ഇനി 14. സിലിണ്ടറിക്കൽ റൂഫിംഗ് യൂസിങ് സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് അതായിരുന്നു. അപ്പോൾ അതിനകത്ത് കാൽക്കുലേഷൻസ് എല്ലാം കണ്ടുപിടിച്ചു, ക്രിട്ടിക്കൽ റേഡിയസ് എല്ലാം കിട്ടി. ഇനിയും ഫൈനലായിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്താൽ മാത്രം മതി. മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ എബ്രോഡ് പോയേക്കോ ഇപ്പം. അപ്പം അത് കോളേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി ഒരു 2-3 ഡേയ്സിനുള്ളിൽ ആ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചേക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ലിറ്ററേച്ചർ അതിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമല്ലോ. ആ റിപ്പോർട്ടിന്റെ പാർട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ചെയ്ത് വെക്കണം. കാരണം പിന്നീട് നിങ്ങൾക്ക് ടൈം കിട്ടത്തില്ല. അപ്പോൾ എല്ലാ ബാച്ചുകാരോടും പറയുന്നത് നിങ്ങളുടെ റിപ്പോർട്ട് ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് റെഡിയാക്കിക്കൊള്ളൂ. നിങ്ങൾ ഓൺലൈൻ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് റെഡിയാക്കി അതൊരു പ്രസിഡന്റിനോട് ഫൈനലി ആ റിസൾട്ട് മാത്രം പിന്നെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പം അതുകൊണ്ട് ആ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് കൂടെ റെഡിയാക്കാൻ നോക്കുക ഈ ഒരു ടൈമിൽ. ഓക്കെ,
Now 15th